നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച AIMIM പ്രസിഡന്റ് അസ്റുദ്ദീൻ ഒവൈസിക്കെതിരെ ആഞ്ഞടിച്ചു BJP. AIMIM പ്രസിഡന്റും MP-യുമായ അസ്റുദ്ദീൻ ഒവൈസി ചൊവ്വാഴ്ച പാലസ്തീനെ പ്രശംസിച്ചത് വൻ വിവാദത്തിന് തിരികൊളുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദിൽ നിന്നും വിജയിച്ച ഒവൈസി ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞ അവസാനിപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ ബുധനാഴ്ച അദ്ദേഹത്തിനെതിരെ 2 പരാതികൾ ഉയർന്നിരുന്നു. ഒവൈസിക്കെതിരെ അഭിഭാഷകനായ ഹരിശങ്കർ ജെയിൻ സഭയിലെ മുൻ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് പരാതി നൽകി. ഒവൈസിക്കെതിരായ 2ാമത്തെ പരാതി അഭിഭാഷകൻ വിനീത് ജിണ്ടാൽ സമർപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 103 പ്രകാരം ഒവൈസിക്കെതിരെ താൻ പരാതി നൽകിയതായി എക്സിൽ സ്ഥിരീകരിച്ചു. 5 തവണ ഹൈദരാബാദ് എംപിയായ അദ്ദേഹം നടത്തിയ ഉപസംഹാരം ലോക്സഭയുടെ വിവിധ ബെഞ്ചുകളിലെ അംഗങ്ങളിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ഒവൈസിയുടെ പാലസ്തീൻ പരാമർശം ഔദ്യോഗിക റെക്കോർഡിൽ നിന്ന് നീക്കം ചെയ്തു. എന്നിരുന്നാലും പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഒവൈസി തന്റെ പരാമർശത്തെ ന്യായീകരിച്ചു. മറ്റംഗങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് തെറ്റാവുന്നത്? ഞാൻ പറഞ്ഞത് പാലസ്തീനെ കുറിച്ച്, മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. പാലസ്തീനെ പരാമർശിച്ചതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവർ അടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന് ഒവൈസി വിശദീകരിച്ചു. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഈ വിവാദ പരാമർശത്തിന്മേൽ ഒവൈസിയെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്ന് BJP ചൂണ്ടിക്കാട്ടി. ഭരണഘടനയിലെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ലെന്ന വാദവുമായി ഒവൈസി തന്റെ പരാമർശത്തെ ന്യായീകരിച്ചതിന് പിന്നാലെയാണ് BJPയുടെ പ്രതികരണം. BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഒവൈസിയെ അയോഗ്യനാക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ടെന്ന് വ്യക്തമാക്കുന്നത്. ആർട്ടിക്കിൾ 102 പ്രകാരം ഒരു വിദേശ രാജ്യത്തോട് കൂറും വിധേയത്വവും പ്രകടിപ്പിച്ച അസ്റുദ്ദീൻ ഒവൈസിയെ ലോക്സഭ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ സെക്രട്ടേറിയറ്റ് അക്കൗണ്ടും അമിത് മാളവ്യ പോസ്റ്റിനൊപ്പം ടാഗ് ചെയ്തിട്ടുണ്ട്. ഒവൈസിയുടെ മുദ്രാവാക്യത്തിൽ BJP അംഗങ്ങൾ പ്രതിഷേധിച്ചെങ്കിലും പാർട്ടി എംപിയും ത്രിപുര മുൻ മുഖ്യമന്ത്രിയുമായ ബിപ്ലവ് കുമാർ ദേബിന് ഇതിനെതിരെ വ്യത്യസ്തമായ പരാതി ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാൻ വേദിയിലെത്തിയപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എംപിമാർക്കും ദേബ് ആശംസകൾ നേർന്നു. ചില പ്രതിപക്ഷ എംപിമാർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ദേബിനോട് സത്യപ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ നിർദ്ദേശിക്കാൻ ചെയറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഒവൈസി മുദ്രാവാക്യം വിളിച്ചപ്പോൾ കോൺഗ്രസ് എംപിമാർ മൗനം പാലിച്ചതായി BJP നേതാവ് ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ കാപട്യം പാർലമെന്റിൽ തുറന്നു കാട്ടാനാണ് താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ആദ്യം രാജ്യസഭയിൽ നടന്ന സമാനമായ സംഭവത്തിൽ സത്യപ്രതിജ്ഞ വായിക്കുന്നതിനിടെ ആം ആദ്മി പാർട്ടിയുടെ സ്വാതി മാലിവാളിനോട് മുദ്രാവാക്യം വിളിച്ചതിനാൽ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യാൻ അധ്യക്ഷൻ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.